നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആ നിലയ്ക്ക് ഞാൻ പറയുന്നത് കുഞ്ഞ് ചിലപ്പോൾ വിശ്വസിക്കില്ല. പക്ഷേ എനിക്കും ഒരു മനസാക്ഷിയുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കുഞ്ഞിന്റെ ഭർത്താവിനെ കൊന്നത് മോഹൻ സാറാ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? കുഞ്ഞിനെ കല്യാണം ചെയ്യണമെന്ന് മോഹൻ സാറിന് വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ വന്നപ്പോ ഒരു ദിവസമെങ്കിലും കുഞ്ഞിന്റെ കൂട്ടത്തിൽ കഴിയുമെന്ന് എന്നോട് പന്തായം കെട്ടിയതാ. സത്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? മോഹൻ സാർ ഒരുപാട് കാശ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ സംഭവത്തിന് ശേഷം ഞാൻ അയാളെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഭർത്താവിനെ കൊന്നിട്ട് ഭാര്യയെ കൈക്കലാക്കാൻ നോക്കുന്ന ദുഷ്ടനാ കുഞ്ഞെ അയാള്. അയാൾ ഇവിടെ വരുന്നത് കുഞ്ഞിനെ ചതിക്കാനാ. കാര്യം സാധിക്കുന്നവരെ നിങ്ങളെ സഹായിക്കാനെന്ന ഭാവത്തിൽ അയാൾ പറ്റിക്കൂടും. അതുകൊണ്ട് സൂക്ഷിക്കണം കുഞ്ഞെ. വരട്ടെ. ഇത് വാങ്ങിക്കുക അണ്ണ. അങ്കിളല്ലേ തരുന്നത്? എനിക്ക് വേണ്ട. മോൻ അച്ഛനില്ലാത്തതുകൊണ്ട് അങ്കിള് വാങ്ങി തരുന്നതല്ലേ, വാങ്ങിക്കേ. ഇതെവിടുന്നാ കണ്ണ? ഞാൻ സ്കൂളിൽ വരുമ്പോ അങ്കിൾ തന്നതാ. മോൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. വല്ലൂരൊക്കെ തരുന്ന എന്തിനാ വാങ്ങുന്നേ? വല്ലൂരും ആണോ? അങ്കിൾ അല്ലേ? ആരായാലും തിരക്കേടില്ല. ഈ സ്വഭാവം നന്നില്ല മോനെ. നാളെ സ്കൂളിൽ പോകുമ്പോൾ തിരിച്ചു കൊടുത്തേക്കണം. അങ്കിൾ തന്നാ വാങ്ങരുതെന്ന് അമ്മ പറഞ്ഞു. ആരോടും വാങ്ങരുതെന്ന് പറഞ്ഞു. ശരി, കണ്ണം വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കണ്ണന് ഇത് തിരിച്ചുകൊണ്ട് തന്നു. വാങ്ങിയതിന് അമ്മ വഴക്ക് പറഞ്ഞത്രേ. സത്യമാണോ? മുമ്പ് ഉടുപ്പ് മാറ്. എന്താ നിങ്ങളുടെ ലക്ഷ്യം? ലക്ഷ്യമോ? എനിക്കില്ലാത്തത് അതൊന്നു മാത്രമാണ്. നിങ്ങളിവിടെ വരുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. അത് ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ആ കാര്യം പറഞ്ഞ് എന്നെ ക്ഷീണിപ്പിക്കരുത്. അത് നടക്കാതെ പോയതിന്റെ പ്രതികാരത്തിന് ഒരു ദിവസമെങ്കിലും എന്നെ നിങ്ങളുടെ ഭാര്യയാക്കുമെന്ന് പന്തയം കിട്ടിയിരുന്നില്ലേ? സത്യമല്ലേ? ഇതാര് പറഞ്ഞു? സത്യമാണോന്നാണ് ഞാൻ ചോദിച്ചത്. രാധിക, ഒരു കാര്യം മനസ്സിലാക്കണം. അന്നത്തെ ഞാനെന്ന് പറഞ്ഞാൽ വിശദീകരണം വേണ്ട. സത്യമാണോ അല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. സത്യമാണ്. ഞാനും ശ്രീയേട്ടനും എങ്ങനെയാണ് കഴിഞ്ഞിരുന്നെന്ന് നിങ്ങൾക്കറിയാലോ. ശ്രീയേട്ടൻ മരിച്ച അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. പക്ഷേ എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി എനിക്ക് മൊഴി കൊടുക്കാമായിരുന്നു. പക്ഷേ എന്റെ മൊഴി കൊണ്ടെങ്കിലും നിങ്ങളൊരു മനുഷ്യനായി തീരുമെന്ന് ഞാൻ കരുതി. അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത മൃഗമാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്റെ ശരീരമല്ലേ വേണ്ടത്? അനുഭവിച്ചോളൂ, അനുഭവിച്ചോളൂ. എന്ത് പറഞ്ഞടി? എന്ത് പറഞ്ഞെന്നാ ചോദിച്ചേ? അച്ഛനില്ലാത്ത എന്റെ കുഞ്ഞുമായി ഇവിടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഇനി എനിക്ക് മോചനമില്ലേ ദൈവമേ? തെറ്റുകൾ മാത്രം ചെയ്തു പോകുന്നവന് പിന്നീട് ഒരു ശരി പോലും ചെയ്യാൻ അനുവാദമില്ലേ രാധികെ? ഈ ലോകം മുഴുവൻ എന്റെ നേർക്ക് വിരൽ ചൂണ്ടി കൊലപാതകി എന്ന് വിളിച്ചപ്പം നീ മാത്രമാണ് എന്നിലെ മനുഷ്യനെ കണ്ടെത്തിയത്. എന്ന് നീ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ കൊലപാതകി അല്ലെന്ന് മൊഴി കൊടുത്തോ, അന്നു മുതൽ നീ എന്റെ സഹോദരിയാണ്. എന്നെ വിശ്വസിക്കൂ രാധികെ, നീ എന്റെ സഹോദരിയാണ്. എന്റെ അമ്മ പ്രസവിക്കാത്ത എന്റെ സഹോദരി. എന്നോട് ക്ഷമിക്കണം ചേട്ടാ. എന്റെ ദൈവനെ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. പണക്കൊഴുപ്പും അഹങ്കാരവും കൊണ്ട് വഴിതെറ്റി ഇരുളിൽ നടന്നവനാണ് ഞാൻ.
നീ എനിക്ക് വെളിച്ചം പാർന്നു തന്നു. അനീതി, ഈ സഹോദരന്റെ ഇനിയുള്ള ജീവിതം നിന്നെയും കുഞ്ഞിനെയും സഹായിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. എന്റെ ഭഗവതി, ഈ പെണ്ണ് ഇത്രക്കാരിയാണോ? സത്യം എന്തെന്നറിയാതെ നീ വെറുതെ അതും ഇതും പറയാതെ. എങ്കിൽ സത്യം അച്ഛൻ പറയൂ. അത് കണ്ടുപിടിക്കണം. എന്തിന്? മാനം മര്യാദയായിട്ട് നമുക്ക് ഈ നാട്ടിൽ കഴിയണമെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് മാറ്റണം. അവൾ അച്ഛനെ വരുത്തി കൂട്ടത്തിൽ പറഞ്ഞു വിട്ടേക്ക്. അത് ഇതിനത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആലോചിക്കാനൊന്നുമില്ലേ? എന്തെങ്കിലും കേട്ടാ ഉടനെ എടുത്ത് ചാടിയാ മതിയോ? സമാധാനം ഉണ്ടാക്കാൻ നീ ഒന്ന് അടങ്ങ്. ഇത്രയും നാളായിട്ടും അമ്മാവൻ എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ നാട്ടുകാർ അതും ഇതും പറയുന്നത് കേട്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ മോളെ? അവരുടെ വാങ്ങുടി കെട്ടാൻ ആർക്കും കഴിയില്ല അമ്മവ. പക്ഷെ നമ്മുടെ മനസ്സിൽ കളങ്കമില്ലെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? മോഹൻ മേലാൽ ഇവിടെ വരരുതെന്ന് നിനക്ക് പറഞ്ഞൂടെ? ഈ അപവാദം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് മോളെ ഞാൻ പറയുന്നത്. ഞാനൊന്നും ചോദിച്ചോട്ടെ അമ്മവ? ഭാര്യയുമായി പിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേണോട്ടൻ. എന്നെ സഹായിക്കാൻ വേണോട്ടൻ ഇപ്പോൾ എന്നും ഇവിടെ വരാറുണ്ട്. ഞാനും വേണോട്ടനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ഈ നാട്ടുകാർ തന്നെ നാളെ പറഞ്ഞാൽ അമ്മാവൻ എന്ത് ചെയ്യും? എന്റെ അച്ഛനും അമ്മാവന് നല്ലപോലെ അറിയാലോ. ആ നല്ല മനുഷ്യൻ വളർത്തിയ മകളാണ് ഞാൻ. എന്റെ ശ്രീയേട്ടൻ ഞങ്ങളെ വിട്ടുപോയെങ്കിലും ഇന്നും എന്റെ ഹൃദയത്തിലുണ്ട്. ഏത് സാഹചര്യം ഉണ്ടായാലും എന്റെ ചുവട് കഴിക്കില്ല അമ്മാവ. ഇന്ന് നിലവിലിരിക്കുന്ന കൂലിയെ ഞങ്ങൾ ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞ വർഷത്തേക്ക് വളരെ കൂടുതലാണല്ലോ. ഒരു കൊല്ലം കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായില്ലേ? കൂടുതൽ സംസാരിക്കുന്നതിനാ ഈ കൂലി സമ്മതിച്ചാൽ ഞങ്ങൾ പണിക്കിറങ്ങും. എന്താ എന്താ ഇവിടെ കൂലിത്തർക്ക? അത് തർക്കിക്കാൻ എന്തിരിക്കുന്നു? നാട്ടിൽ നടപ്പുള്ള കൂലി വാങ്ങിച്ചോണം. അത് സാറേ, ഈ കഴിഞ്ഞ കൃഷി വരെ പാതി നില ശ്രീധരം കുഞ്ഞ് ട്രില്ലർ ഉപയോഗിച്ചാ ഉഴുതത്. പാതി നിരത്ത് ഞങ്ങൾ കാളയെ പോട്ടി ഇടുമായിരുന്നു. ഇത്തവണ ട്രില്ലർ ഓടിക്കാൻ ആളില്ല. അപ്പൊ മുഴുവൻ നിലവും ഞങ്ങൾ തന്നെ ഉഴണ്ടേ. അതുകൊണ്ടാ കൂലി കൂടുതൽ ചോദിച്ചത്. ട്രില്ലറ് ഞാൻ ഓടിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കൃഷി നടക്കട്ടെ. അത് വേണ്ട ചേട്ടാ. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പം നീ എതിര് പറയണ്ട. ഞാൻ നില ഉഴുതാൽ മണ്ണളവോ നോക്കട്ടെ. വാ. എന്നെ മനസ്സിലായോ? ഇല്ല, ക്ഷമിക്കണം. ഞാൻ മോഹന്റെ അമ്മയാണ്. ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. കാണേണ്ട ഒരു കാര്യമൊക്കെ അടുത്തു വന്നതാണ്. അന്നത് നടന്നില്ല. പോട്ടെ. ഇപ്പൊ ഞാനിങ്ങോട്ട് വന്നത് മോനായിരിക്കും. അതെ. എന്താ പേര്? കണ്ണൻ. കൊള്ളാം, നല്ല പേര്. മോൻ അപ്പുറത്ത് പോയിരുന്ന് എഴുതുവോ? കണ്ണൻ മുറിയിൽ പോയിരുന്ന് എഴുതിക്കൊള്ളൂ. ഇരിക്കാലോ. മോഹൻ പതിവായി ഇവിടെ വരാറുണ്ടെന്ന് കേട്ടു. ശരിയാണോ? അതെ. ആളുകൾ പലതും പറയുന്നുണ്ട്. ഞാനും അറിയുന്നുണ്ട്. പറയുന്നവർ പറയട്ടെ. അതങ്ങനെ തള്ളിക്കളഞ്ഞുകൂടെ കുട്ടി. ഞാനിതൊക്കെ വിശ്വസിക്കുന്നുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ പറയാൻ അവർക്ക് ന്യായങ്ങളുണ്ട്. ന്യായങ്ങളോ? അതെ. മോഹൻ കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കുട്ടിക്കും അതറിയാമല്ലോ. അറിയാം. എന്തുകൊണ്ടോ അത് നടന്നില്ല. ഭാഗ്യദോഷം എന്റേതായിരിക്കും. കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് പോട്ടെ. അന്ന് കല്യാണം നടക്കാഞ്ഞതിന്റെ പേരിൽ കുട്ടിയുടെ ഭർത്താവിനെ മോഹൻ കൊന്നുവെന്നാണ് അപവാദം. ഇല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും വിശ്വസിക്കുന്നില്ല കുട്ടി. പക്ഷേ കേസ് നിലവിലുണ്ട്. കൊന്നതാരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല. ഈ ചുറ്റുപാടിൽ മോഹൻ ഇവിടെ വരാൻ തുടങ്ങിയാൽ
ആളുകൾ പറയുന്നത് സത്യമാണെന്നല്ലേ വരൂ. അത് കേസിനെ ബാധിക്കില്ലേ? കുട്ടിക്ക് എന്ത് തോന്നുന്നു? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. അവൻ ഇനി ഇവിടെ വരുമ്പോ ആട്ടി ഇറക്കണം. അയ്യോ, അങ്ങനെ പറയരുത്. എന്നെ സഹോദരിയായിട്ടാണ് കരുതുന്നത്. അവൻ കുട്ടിയെ സഹോദരിയായിട്ട് കരുതുന്നു. കുട്ടിക്ക് അങ്ങോട്ടോ? മോഹനേട്ടൻ എന്റെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരന്റെ പ്രാണൻ രക്ഷിക്കാനുള്ള ചുമതല സഹോദരിക്കുണ്ട്. ഇവിടെ വരുന്നത് കൊണ്ടുള്ള ആപത്ത് അവനാണ്. കുട്ടി അവനെ രക്ഷിക്കണം. മേലാൽ ഇവിടെ വരരുതെന്ന് പറയണം. പറയില്ലേ? പറയില്ലേ രാധികെ? പറയാം. മതി, വരട്ടെ. എന്റെ ഭർത്താവിനെ കൊന്ന കേസിലെ പ്രതി പതിവായി തന്നെ കാണാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് സംശയം തോന്നില്ലേ? ആ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ആളുകൾ പറയില്ലേ? അതുകൊണ്ട് മേലെ താൻ ഇവിടെ വരരുത്. എന്റെ സ്ത്രീകളെ കൊന്ന പോലെ ഇനി ഞങ്ങളെയും കൊല്ലണോ? എനിക്ക് പോകുമോ? നീ എന്താ പറഞ്ഞത്? ഞാനാണ് ശ്രീധരനെ കൊന്നതെന്ന് നിനക്ക് കോടതി പറയാമോ? ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ കുറ്റം സമ്മതിക്കാം. ജയിലിൽ പോവാം, തൂക്കിലേറാം. പറയോടി. എന്താ സംഭവിച്ചെന്ന് പറയൂ. മോഹനേട്ടന്റെ അമ്മയോട് വന്നിരുന്നു. എന്തിനു വന്നു? മോഹനേട്ടൻ ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളുകൾ അപവാദം പറയും. അത് കേസിന് ദോഷമായിട്ട് വരും. മോഹനേട്ടനെ ശിക്ഷിക്കും. അതുകൊണ്ട് അപ്പൊ ഞാനിവിടെ വരാതിരിക്കാൻ നീ ഒരു തന്ത്രം പ്രയോഗിച്ചാണല്ലേ? അതിന് നീ എന്നെ എത്ര തവണ താനെന്ന് വിളിച്ചു? രാധികേ, ഞാൻ ഇന്ന് ഈശ്വരനിൽ വിശ്വസിക്കുന്നു. തെറ്റിയാത്ത എന്നെ ശിക്ഷിക്കാനിടയില്ല. അഥവാ ശിക്ഷിക്കുന്നെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴായി ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കൂടിയുള്ള വലിയ ശിക്ഷയാണെന്ന് കരുതി ഞാൻ സമാധാനിക്കും. എന്നാലും ഞാനിവിടെ വരും. നിനക്കൊന്ന് തടയാമോ? ഈ ജീവിതത്തിൽ എനിക്കതിന് കഴിയുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അത് മാത്രം എനിക്ക് കേട്ടാ മതി. ഞാൻ അവിടെ ചെന്നിരുന്നെന്ന് രാധിക നിന്നോട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അറിയോ അമ്മ എന്തിനാ അവിടെ പോയത്? അതിരിക്കട്ടെ, നീ എന്തിനാ അവിടെ പോകുന്നത്? ഞാൻ പോകുന്നത് പറയടാ. നീ അവിടെ പോകുന്നത് കൊണ്ട് ആളുകൾ എന്തൊക്കെ അപവാദങ്ങൾ പറയുന്നെന്ന് നീ അറിയുന്നുണ്ടോ? എല്ലാം ഞാൻ അറിയുന്നുണ്ടമ്മേ. പോകുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. രാധികയെ എനിക്കിഷ്ടമാണ്, അത് തന്നെ കാര്യം. നിനക്ക് അത്രയേറെ ഇഷ്ടമാണെങ്കിൽ അവളെ അങ്ങ് വിവാഹം കഴിക്കടാ. എന്താ, ഒരിക്കൽ ആലോചിച്ചതല്ലേ? ഇപ്പൊ ഭർത്താവ് മരിച്ചു നിൽക്കുക. ആളുകളെ കൊണ്ടിങ്ങനെ അപവാദം പറയിപ്പിക്കുന്നതിനേക്കാൾ അതാണോ നല്ലത്? അമ്മാവാ, അമ്മാവാ. എന്താ മോഹൻ? എന്റെ അച്ഛൻ, അതായത് അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അമ്മയുടെ ഏക സഹോദരനായ അമ്മാവൻ ജീവിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് അമ്മാവനെ വിവാഹം ചെയ്യാൻ കഴിയോ? എന്താ, വിഷമം തോന്നിയോ? അമ്മാവനും അമ്മയും തമ്മിലുള്ള ബന്ധം തന്നെയാണമ്മേ ഞാനും രാധികയും തമ്മിൽ ഇപ്പോഴുള്ളത്. അവൾ എന്റെ സഹോദരിയാണ്. എന്നെ ഒരു തെമ്മാടിയായിട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനൊരു കൊലപാതകയാണെന്ന് എന്നെ പ്രസവിച്ച എന്റെ അമ്മ പോലും ഇന്നും വിശ്വസിക്കുന്നു. പക്ഷെ എന്നെ മനസ്സിലാക്കിയ ഒരാൾ ഈ ലോകത്തുണ്ട്. അതാണ് രാധിക. അവളെ കാണാൻ ഞാൻ പോവും. ആരെന്ത് പറഞ്ഞാലും ഞാൻ പോവും.